നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവദായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഗദസമൻ പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തിലേക്ക് ഇന്ന് നമുക്ക് കടന്നു ചെല്ലാം. ഗദസമൻ തോട്ടത്തിൻ്റെ കവാടത്തിൽ എത്തുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഈശോ പറയുന്നു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള നിർദ്ദേശം തൻ്റെ സ്നേഹനിധികളായ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട്, അതും ഈശോയോടൊപ്പം താബോറിലെ രൂപാന്തരീകരണത്തിൻ്റെ വേളയിൽ സന്നിഹിതരായിരുന്ന പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞിട്ട് ഈശോ തോട്ടത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോയെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ 22-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ നിന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന്. ജീവിത നിയോഗത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുള്ള ശക്തിയാർജനത്തിൻ്റെ വേളകളിൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള ഒരു അകലം അവിടത്തേക്ക് ആവശ്യമായിരുന്നു. ഒരു കല്ലേറ് ദൂരം എന്നാണ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ലൂക്കാ സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തുന്ന കാര്യവുമാണ്. ഈശോ ഗദസമനിയിലെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറിൻ്റെ ദൂരം പാലിച്ചു. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു കല്ല് എടുത്ത് വലിച്ച് എറിഞ്ഞാൽ എത്രമാത്രം അകലെ ചെന്നു വീഴുമോ അത്രയും അകലം തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഈശോ പാലിച്ചു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തോടും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടും ഒരകലം പാലിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതാണ്, ദൈവത്തിലേക്ക് കടക്കുന്നതാണ്. പ്രാർത്ഥന ദൈവത്തോടുകൂടെ ആയിരിക്കുന്നതാണ്. പ്രാർത്ഥന ദൈവാനുഭവത്തിനാണ് എന്നെല്ലാം കേട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഈശോ തൻ്റെ സ്നേഹ ശിഷ്യന്മാരോട് ഒരു കല്ലേറിൻ്റെ അകലം പാലിക്കാൻ കഴിഞ്ഞപ്പോൾ
പിതാവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറക്കാനും ഹൃദയം നമ്പുരം പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും അങ്ങനെ പിതാവിൻ്റെ പക്കൽ നിന്ന് ശക്തി സ്വന്തമാക്കി തീർക്കാനും അവിടത്തേക്ക് സാധിക്കുകയാണ്. ഒരു കല്ലേറിൻ്റെ അകലം ശിഷ്യന്മാരിൽ നിന്ന് അവിടുന്ന് പുലർത്തി. പ്രാർത്ഥനാ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹോദരങ്ങളും സ്നേഹിതരും ആയ ആളുകളുടെ സാന്നിധ്യവും സഹകരണവും ഒക്കെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഹായവും നമുക്ക് പ്രാർത്ഥനയിൽ ശക്തിപ്പെടാൻ വേണ്ടിയിരിക്കുന്നു. ഈശോയെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുന്നത് പിതാവിൻ്റെ സാന്നിധ്യമാണ്. പിതാവ് അയക്കുന്ന മാലാഖായിലൂടെ ലഭിക്കുന്ന ആശ്വാസമാണ്. ജീവിത നിയോഗത്തെ ശക്തിയോടെ ആഞ്ഞു പുൽകാനുള്ള കരുത്ത് അവിടത്തേക്ക് ഗെത്സെമനിയിലാണ് ലഭിക്കുക. പിതാവിൻ്റെ സന്നിധിയിൽ അഭയം തേടിയപ്പോൾ ആ പിതാവ് സർവ്വകാര്യങ്ങളും ഭദ്രമാക്കി തീർക്കും വിധം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഇതിനു വേണ്ടി ഈശോ സ്നേഹിക്കുന്നവരായ ശിഷ്യന്മാരിൽ നിന്നും അകലം പാലിച്ചു. ഒലിവുമലയുടെ താഴ്വരയിലെത്തിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ 8 പേരെ അവിടെ നിർത്തി. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഉൾപ്പെടുന്ന 8 പേരെ അവിടെ നിർത്തി. കൂടുതൽ സ്നേഹിച്ചവരെ ഗെത്സെമൻ തോട്ടത്തിന്റെ കവാടത്തിലെത്തിച്ചു. എന്നിട്ടും കർത്താവ് അവരിൽ നിന്ന് പോലും അകലം പാലിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അകലം പാലിക്കുന്ന ഒരു ശൈലി നമുക്കും വളരെ അത്യാവശ്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ പ്രദേശത്ത് വളരെയേറെ അറിയപ്പെട്ട ഒരു വിശുദ്ധാത്മാവാണല്ലോ ധന്യനായ കദളിക്കാട്ടിൽ മത്തായിച്ചൻ. മത്തായിച്ചൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ വൈദികരുടെ ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്തതിനാൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദാസനായി അദ്ദേഹം അറിയപ്പെടുന്നു, ഇനിയും അറിയപ്പെടുകയും ചെയ്യും. ഇന്ന് സഭയിലെ ധന്യന്മാരുടെ ഗണത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ കേന്ദ്രിതമായ ഒരു ആധ്യാത്മികതയ്ക്കും അതിലൂടെ താൻ നേടിയെടുത്ത പ്രാർത്ഥനയുടെ ചൈതന്യത്തിനും തനിക്ക് ശേഷവും ലോകത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കല്ലേറ് ദൂരം പല കാര്യങ്ങളോടും പുലർത്തി. ജീവിതത്തിൽ കല്ലേറ് ദൂരം പലതിനോടും പുലർത്തുന്നിടത്താണ് പ്രാർത്ഥനയുടെ ജീവിതത്തിൻ്റെ ആരംഭം. പ്രാർത്ഥനയിലുള്ള ശക്തിപ്പെടൽ അവിടെയാണ്, പ്രാർത്ഥനയിലുള്ള വളർച്ച അവിടെയാണ്. ഇത് സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ വളരാനും പ്രാർത്ഥനയിൽ ശക്തിപ്പെടാനും പ്രാർത്ഥനാ ജീവിതം കൊണ്ട് സമൂഹത്തെ മാറ്റിമറിക്കാനും കഴിയണമെങ്കിൽ നമുക്ക് ഒരു അകലം പാലിക്കാൻ കഴിയണം. കല്ലേറ് ദൂരം പല കാര്യങ്ങളോടും പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശുദ്ധയായ അൽഫോൻസാമയെ നമ്മളൊന്ന് ചിന്തിക്കുക. ആ കാലഘട്ടത്തിൽ ഭരണങ്ങാനം ഉൾപ്പെടെയുള്ള സന്യാസ ഭവനങ്ങളിൽ ഏറെ സന്യാസിനിമാർ ജീവിച്ചിരുന്നു. കർമ്മനിരതരായിരുന്ന സന്യാസിനികളിൽ നിന്ന് രോഗം കൊണ്ട് നൊമ്പരപ്പെട്ടിരുന്ന അൽഫോൻസാമയുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായി, വ്യത്യസ്തതയുണ്ടായി. ഈ വ്യത്യസ്തത ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ കർത്താവിനോട് സ്നേഹപൂർവകമായ ഒരടുപ്പം വളർത്തിയെടുക്കുവാൻ അവളെ സഹായിച്ചു. അവൾ പ്രാർത്ഥനയിലൂടെ ദിവ്യമണവാളനായ ഈശോയുടെ സ്നേഹ വലയത്തിൽ കുടുങ്ങിയവളായിത്തീർന്നു. കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റ് സന്യാസിനികളിൽ നിന്ന് വ്യത്യസ്തത പുലർത്താൻ അവൾക്ക് കഴിഞ്ഞു. ജീവിതത്തിൽ പലതിനോടും കല്ലേറ് ദൂരം പുലർത്തുവാൻ കഴിഞ്ഞപ്പോൾ ആ കല്ലേറ് ദൂരം ദൈവമായ കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ശക്തിവിശേഷമായിട്ട് അവളിൽ പരിണമിച്ചു. അങ്ങനെയാണ് വിശുദ്ധ അൽഫോൻസ ജനിക്കുക. നമ്മുടെ നാട്ടിൻ്റെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരിൽ ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട
തേവരപ്പറമ്പിൽ കുഞ്ഞച്ചൻ എന്ന വാഴ്ത്തപ്പെട്ടവൻ. ആള് കാഴ്ചയിൽ കുഞ്ഞായിരുന്നു. ചെയ്ത കാര്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതും കുഞ്ഞായിരുന്നു. പുരോഹിത ജീവിതത്തിൻ്റെ നാളുകൾ മുഴുവൻ രാമപുരം പള്ളിയുടെ ചുറ്റുവട്ടത്തിൽ മാത്രം ഒതുക്കി നിർത്തിയ വളരെ ലളിതമായ ഒരു ജീവിതം. മെത്രാന്മാരുടെ കൽപ്പനകളോ പത്തേന്തികളോ ഇല്ലാതെ തൻ്റെ ജന്മനാടായ രാമപുരത്ത് ജീവിച്ചുകൊണ്ട് അവിടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുവാൻ കഴിയുന്ന പ്രാന്തവൽകൃതരായ ജനവിഭാഗങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന വ്യത്യസ്തമായ ഒരു ശൈലി, ഒരു കല്ലേറ് ദൂരം മറ്റുള്ളവരിൽ നിന്ന് പുലർത്തുന്ന ഒരു ശൈലി അദ്ദേഹം കണ്ടെത്തി. ആ ആധ്യാത്മിക ശക്തിവിശേഷമാണ് അദ്ദേഹത്തെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരിൽ ഒരാളായി മാറ്റിയിരിക്കുന്നത്. നാളുകളിൽ വന്യനായ കുഞ്ഞച്ചൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നാളുകളിൽ വിശുദ്ധനായി അറിയപ്പെടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിത രംഗങ്ങളിൽ വ്യത്യസ്തത പുലർത്തുകയും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് കല്ലേറ് ദൂരം ജീവിത രംഗങ്ങളിൽ പുലർത്താനായിട്ട് കഴിയുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൻ്റെ വിജയമന്ത്രങ്ങളിൽ ഒന്ന്. നമ്മൾ ഇവിടെ സൂചിപ്പിച്ച ഈ 3 പുണ്യാത്മാക്കളും അവരുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ കൂടുതൽ അടുത്തവരാണ്. പ്രഭാതം മുതൽ കിടക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഏറെ പ്രാർത്ഥിക്കുവാൻ അവർ താല്പര്യം കണ്ടെത്തി. അൽഫോൻസാമയെ പോലെയുള്ള വന്യ വിശുദ്ധരായ വ്യക്തിത്വങ്ങൾ രോഗാതുരതയുടെ നടുവിലും രാത്രിയിലെ ഉറക്കമില്ലായ്മയുടെ നടുവിലും ഞാൻ എൻ്റെ ദിവ്യ മണവാളനെ സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ നിരതരായി. വ്യത്യസ്തത പുലർത്താൻ കഴിഞ്ഞു. ഒരു കല്ലേറ് ദൂരം പലതിൽ നിന്നും അകലം പാലിക്കുവാൻ സാധിച്ചു. അതാണ് ഈ പുണ്യാത്മാക്കളുടെ ജീവിതത്തിൻ്റെ വിജയം. നമ്മുടെ മണ്ണിൽ ജീവിച്ചവരും നമുക്ക് വഴികളൊക്കെതുമായ ഈ പുണ്യാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ഗതസമൻ പ്രാർത്ഥന അനുഭവത്തോടെ ചേർത്ത് നിർത്താം. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം പാലിച്ചു. ഒരു കല്ലേറ് ദൂരം അകലത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ അവന് പ്രത്യക്ഷപ്പെട്ടു. ദൈവികമായ ദർശനം അവന് കിട്ടുന്നു. ദൈവിക ദർശനത്തിലൂടെ കർത്താവ് ശക്തി പ്രാപിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയും വിധം ജീവിതങ്ങളിൽ അകലങ്ങൾ പാലിക്കുവാൻ, വേണ്ട രംഗങ്ങളിൽ വേണ്ടതുപോലെ അകലം പാലിക്കുവാൻ, അകലം പാലിച്ചുകൊണ്ട് വ്യത്യസ്തതയുടെ ഒരു ആധ്യാത്മിക സംസ്കാരവും പ്രാർത്ഥനയുടെ ചൈതന്യവും കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ നിന്നു. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ, അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ, ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്തും.